ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫാദൂസ് വേൾഡ്. വലിയൊരു വെൽക്കം തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് നാളായി ഈ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഒരു റീസ്റ്റാർട്ട് ആയതുകൊണ്ട് നല്ലൊരു മധുരം കൊണ്ട് തന്നെ തുടങ്ങാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അതേപോലെ ഒരു ഗ്ലാസ്സിലൊന്നും നിങ്ങൾ കുടിച്ചാൽ നിർത്തൂല. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെക്കണം കേട്ടോ. വെള്ളം ഞാൻ കെറ്റലിൽ തിളപ്പിച്ചെടുത്തതാണ്. നല്ലോണം തിളച്ച വെള്ളം കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഉണങ്ങലരിയാണ്. ഉണങ്ങലരി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ മൂടി വെച്ചിട്ട് അവിടുന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊരു ഹാഫ് വേവാവണം അടുത്ത ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം ചെറുപയർ പരിപ്പ് അതും അതേപോലെ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. അരിൻ്റെ അത്ര അല്ല കേട്ടോ, അതിനെക്കാട്ടി കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. അതും കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. വെള്ളം പിന്നെ നമുക്കിങ്ങനെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം വറ്റി വരുമ്പോൾ ചെറുപയർ പരിപ്പ് ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അതൊരു കടിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് അരിൻ്റെ കൂടെ അത് ഇടാഞ്ഞത്. ഇനി രണ്ടും കൂടി മൂടി വെച്ചിട്ട് അവിടെ ഒന്ന് വേവട്ടെ. ഇത് രണ്ടും ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഒരു മുക്കാൽ ഭാഗം വേവായതിനു ശേഷം ചവ്വരി ഒരു 1/4 കപ്പ് ചവ്വരി ഇട്ടുകൊടുക്കുക. ഇനിയിപ്പോൾ ചവ്വരി വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഇട്ടെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ഇട്ടെടുത്തതാണ്. ഇനി മൂന്നും കൂടി നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതേ സമയത്ത് മറ്റേ അടുപ്പിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അരിയും ചെറുപയർ പരിപ്പും ചവ്വരിയൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് കുറച്ചൊന്ന് തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് തിക്കായതിന് ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അന്നേരം ഓഫ് ചെയ്യുക. ഇനി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിട്ടൊന്ന് വറവാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ആവില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.